ടാഗോർ തിയേറ്ററിൽ നാടക മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളും ഒപ്പം നിരവധി ആളുകളുമാണ് കലോത്സവ വേദിയായ ടാഗോറിലേക്ക് എത്തിയിരിക്കുന്നത്. നാടക മത്സരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അരുണിമ ചേരുന്നു. വേദി 3 ടാഗോർ തിയേറ്ററിന്റെ ഉള്ളിലാണ്. നമുക്ക് സ്ക്രീനിൽ കാണാവുന്നത് പോലെ തന്നെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും നാടകത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. നാടകത്തിന്റെ ഒരു ചെറിയ ഇടവേളയിൽ നാടകാസ്വാദകർ എല്ലാവരും ചേർന്ന് മേളവുമായി ആസ്വദിക്കുന്ന കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശം ഒട്ടും ചോരാത്ത ഒരു ദിനമാണ് നാടകാസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടായത്. കാരണം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അവതരണങ്ങളും മെച്ചപ്പെട്ട പ്രമേയങ്ങളുമായിരുന്നു ഇന്നിവിടെ കണ്ടത്. നാടകാസ്വാദകരെല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ്. അടുത്ത നാടകം കാണാനുള്ള ഒരു ആകാംക്ഷ അവരുടെ എല്ലാം മുഖത്തുണ്ട്. കർഷകർ എന്ന നാടകത്തിന് വളരെയധികം പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് നിന്നും അപ്പീലുമായി വന്ന നാടകം ഉൾപ്പെടെ നിരവധി നാടകങ്ങൾ ഇപ്പോൾ ആസ്വാദക ഹൃദയം കീഴടക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെ നാടകത്തെ ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള രണ്ടുപേരുടെ പ്രതികരണം കൂടി ഒന്ന് കണ്ടു നോക്കാം. നാടകമായിരുന്നു ലാസ്റ്റ് കണ്ട ശ്വാസം. അത് അപ്പീലുമായിട്ടാണ് കോഴിക്കോട് നിന്ന് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോഴിക്കോട് നിന്ന് ഫസ്റ്റ് കിട്ടിയ ഒരു നാടകം ഇനി കളിക്കാനിരിക്കുകയാണ്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ അപ്പീൽ നാടകം ഇത്ര ഗംഭീരമാണെങ്കിൽ എന്തായിരിക്കും ഈ 1ാം സ്ഥാനം കിട്ടിയ നാടകം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിൽ മറ്റു ജില്ലകളിൽ നിന്ന് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടി വരുന്നതിനേക്കാളും നല്ല നാടകങ്ങൾ വേറെ ചില ജില്ലകളിൽ നിന്ന് അപ്പീലുമായിട്ട് വന്നിരിക്കും. ഇത് എല്ലാ വർഷങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും നല്ലൊരു നാടക വിരുന്ന് തന്നെയാണ് എപ്പോഴും ഈ ഒരു കലോത്സവം, ആളുകളുടെ പാർട്ടിസിപ്പേഷൻ. പക്ഷേ ഈ സമയത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കുന്നത് പോലെ വളരെ അടിയന്തരമായി തിയേറ്റർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. കാരണം ഒരു നാടകം പഠിക്കുന്ന ഒരു കുട്ടികൾ ഒരു സംഘം നാടകത്തിലൂടെ പഠിക്കുമ്പോൾ അവർ ആ നാടകം മാത്രമല്ല പഠിക്കുന്നത്, ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളെക്കുറിച്ചും ഒരുപാട് ധൈര്യത്തോടെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് ധൈര്യം കൊടുക്കുന്നൊരു ടെക്സ്റ്റ് കൂടിയാണ് തിയേറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും തിയേറ്റർ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം അത് അവരുടെ ലൈഫിലേക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഞങ്ങളൊക്കെ നാടകത്തിൽ വന്നുകൊണ്ടാണ് ഇത്രയും ബോൾഡായിട്ടൊക്കെ അവിടെ നിൽക്കാനും ജീവിതത്തിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. കാരണം അതിന്റെ ഇത്രയും വലിയൊരു ക്രൗഡ് വേറെ ഒരു സ്പേസിലും ഇല്ല അല്ലേ. ഞാൻ പറയുന്നത് അവർക്ക് ആൺകുട്ടികളെ പെൺകുട്ടികളെ എന്നുള്ള വേർതിരിവ് ഒന്നുമില്ലാതെ കൂട്ടുകാരെ പോലെ അത്ര അടുപ്പത്തോടു കൂടിയാണ് അവർ സ്റ്റേജിലും ഇന്റിമേറ്റ് ആയിട്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് തിയേറ്റർ ഉണ്ടാക്കുന്ന ഒരു എനർജി അത്രയും ബിൽഡപ്പാണ്. അവരുടെ റിലേഷൻഷിപ്പിലും ഒക്കെ അത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ പരിഗണനയിൽ ഉണ്ടാവട്ടെ, എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. അപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ